ഇസ്രായേലിനെ തകർക്കാൻ സൗദി അറേബ്യ യമനെ സഹായിക്കുന്നുണ്ടോ എന്ന ചോദ്യം ഇതിനു മുൻപും പലതവണ അന്തരീക്ഷത്തിൽ ഉണ്ടായതാണ്. ഇപ്പൊ കുറച്ചുകൂടി ആ ചോദ്യത്തിന് പ്രസക്തി കൂടുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. നമ്മൾ ആ വിഷയമാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായിരിക്കുന്ന അജണ്ടകളും ലക്ഷ്യങ്ങളും ഉണ്ട്. അത് അവരങ്ങനെ രഹസ്യമാക്കി വെക്കുന്നതല്ല, പരസ്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, പറയാറുണ്ട്. UN സഭയിലും പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ UN സഭയുടെ മീറ്റിനെ സംബോധന ചെയ്തുകൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ഒരു പ്ലേ കാർഡ് ഉയർത്തിക്കൊണ്ട് ഇത് ഇസ്രായേലിന്റെ സാമ്രാജ്യമാണ് എന്ന് പ്രഖ്യാപിക്കുകയും അതിന്റെ റൂട്ട് മാപ്പ് ഏറെക്കുറെ പറയുകയും ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ആന്തരിക പ്രവർത്തനങ്ങളൊക്കെ പല ഘട്ടങ്ങളിലും ഇസ്രായേലിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നിട്ടുണ്ട്, നടക്കാറുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് സങ്കീർണമായിരിക്കുന്ന ചില വിഷയങ്ങളിലേക്ക് കൂടിയാണ് ഇപ്പോഴത്തെ വിഷയകാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഗസ വിഷയത്തിനപ്പുറം, ഗസക്കപ്പുറവും പാലസ്തീനപ്പുറവും ഞങ്ങൾക്ക് അജണ്ടകളും ലക്ഷ്യങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ പ്രവർത്തന മണ്ഡപത്തെക്കുറിച്ചൊക്കെ ചില സൂചനകൾ ഇസ്രായേലിന്റെ പത്രങ്ങളിലൊക്കെ പ്രസിദ്ധീകരിച്ചതോടുകൂടിയാണ് അത് വീണ്ടും വലിയ ചർച്ചയിൽ വന്നിരിക്കുന്നത്. ജോർദാന്, സിറിയ, ലെബനാന് അടക്കമുള്ള രാജ്യങ്ങളെ കീഴടക്കി അല്ലെങ്കിൽ അതൊക്കെ വശീകരിച്ചുകൊണ്ട് പിന്നീട് സൗദി അറേബ്യയുടെ ഏകദേശം മധ്യഭാഗത്തോളം തങ്ങളുടെ സാമ്രാജ്യത്തിന്റെ ഭാഗമാണ്, അത് പൗരാണിക ചരിത്രത്തിന്റെ ഭാഗമായി നിന്ന പ്രദേശങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് കൊണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന സാമ്രാജ്യം ഉണ്ടാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു, അത് ഞങ്ങളുടെ ലക്ഷ്യമാണ് എന്ന് പറഞ്ഞതോടുകൂടിയാണ് ചർച്ച മറ്റൊരു രീതിയിലേക്ക്, അല്ലെങ്കിൽ ഈ സംഭവത്തെക്കുറിച്ചുള്ള യാഥാർത്ഥ്യവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം മറ്റൊരു തലത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം. സൗദി അറേബ്യയുടെ ഏറ്റവും അടുത്തിരിക്കുന്ന ഇസ്രായേൽ പ്രദേശം എന്ന് പറയുന്നത് എയിലത്ത് തുറമുഖമാണ്. എയിലത്ത് തുറമുഖമൊക്കെ അതൊക്കെ അതിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി പറ്റും. അതിൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ ചെങ്കടലിൽ നിന്ന് നേരിട്ട് ഇസ്രായേലിലേക്ക് ഈ കടലില്ല. പിന്നീട് അവർ ചെറിയ ഒരു പാത, ഒരു കടൽ മാർഗം അല്ലെങ്കിൽ നദി പോലെയുള്ള ഒരു സംവിധാനം ഒരുക്കിക്കൊണ്ടാണ് ചെങ്കടലുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു പ്രവൃത്തി നടത്തുന്നത്. അഖബ കടൽ എന്നാണ് അതിന് പറയാം. നേരിട്ട് പാത ഇല്ലാത്തത് കൊണ്ട് ചെങ്കടലിനെ അഖബ കടലുമായി ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഇസ്രായേലിലേക്ക് അതിൻ്റെ കണക്റ്റ് ഉണ്ടാകുന്നത്. ആ മേഖലയിലാണ് ഇസ്രായേലിൻ്റെ ഏറ്റവും പ്രസിദ്ധമായിരിക്കുന്ന രണ്ടാമത്തെ പോർട്ടായിരിക്കുന്ന എയിലത്ത് തുറമുഖം പ്രവർത്തിക്കുന്നത്. ഈ തുറമുഖത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടും യമൻ ആക്രമണം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പൊ ഇസ്രായേലിന്റെയും ജോർദാന്റെയും സൗദി അറേബ്യയുടെയും ഏറ്റവും ചെറിയ അല്ലെങ്കിൽ ദൂരം കുറഞ്ഞ ഒരു പ്രദേശത്തിന്റെ പേര് കൂടിയാണ് എയിലത്ത് തുറമുഖം എന്ന് പറയുന്നത്. ഇസ്രായേൽ, ജോർദാൻ, സൗദി അറേബ്യ അതിർത്തിയുടെ ഏറ്റവും ശുഷ്കിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും ലളിതമായ രീതിയിൽ ഇസ്രായേലിന് കടന്നു കയറാൻ വേണ്ടി പറ്റുന്ന പ്രദേശം എന്ന് പറയുന്നത് ഈ ഭാഗമാണ്, എയിലത്ത് ഭാഗമാണ്. ഇസ്രായേലിൽ നിന്ന് സൗദി അറേബ്യയിലേക്ക് ഈ ഭാഗത്തിലൂടെയുള്ള ദൂരം കണക്കാക്കുന്നത് 25 മുതൽ 30 കിലോമീറ്റർ ദൂരം മാത്രമാണ്. അതിൻ്റെ ദൂരപരിധി അത്രയേ ഉള്ളൂ. അത് കടൽ മാർഗമാണെങ്കിൽ അതിനേക്കാൾ കുറച്ചും കൂടി കുറവാണ് എന്ന് ചുരുക്കം. യസാഖ് റബീൻ, അത് ഇസ്രായേലിന്റെ മുൻ പ്രധാനമന്ത്രിയായിരുന്നു. വാദി അറബ് ക്രോസിംഗ്, അതാണ് അവരുടെ ക്രോസിംഗ് ആയിട്ട് അതിർത്തിയുമായിട്ട് പങ്കിടുന്ന ക്രോസിംഗ്. അത് കഴിഞ്ഞാൽ പിന്നീട് അഖബ എന്ന് പറയുന്ന ജോർദാന്റെ അതിർത്തിയിലാണ് എത്തുക. അഖബ എന്ന് പറയുന്ന സമയത്ത് 2 അഖബയുണ്ട്, ജോർദാനിലും അഖബയുണ്ട്, ഇസ്രായേലും അഖബയുണ്ട്. ജോർദാന്റെ അതിർത്തി എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ദുറ ബോർഡറാണ്, അത് സൗദി അറേബ്യന്റെ ബോർഡറാണ് ദുറ ബോർഡർ എന്ന് പറഞ്ഞാൽ. അത് കഴിഞ്ഞാൽ പിന്നെ തബൂക്കാണ്, സൗദി അറേബ്യയാണ്. ഇവിടെ നിന്ന് യഥാർത്ഥത്തിൽ എയിലത്ത് നിന്ന് വാദി അറബ് എന്ന് പറയുന്ന ഈ ജോർദാന്റെ അഖബ മേഖലയിലേക്ക് 4 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. തൊട്ടടുത്ത പ്രദേശമാണെന്ന് ചുരുക്കം. എയിലത്തിൽ നിന്ന് തബൂക്കിലേക്ക് കടൽ മാർഗം നോക്കുന്ന സമയത്ത് 15 കിലോമീറ്റർ ആണ്. കടൽ മാർഗം എന്ന സമയത്ത് സൗദി അറേബ്യയും ഇസ്രായേലും തമ്മിൽ നിലവിൽ കടൽ മാർഗവുമായിട്ട് ബന്ധപ്പെട്ട യാത്രാ കാര്യങ്ങളൊന്നുമില്ല, അങ്ങനെ ഒരു കണക്ഷൻ ഇല്ല. രാജ്യം തമ്മിൽ കണക്ഷൻ ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയില്ല. 4 രാജ്യങ്ങളുടെ തീരമാണ് ഈ എയിലത്ത് തുറമുഖം അല്ലെങ്കിൽ എയിലത്ത് പ്രദേശം എന്ന് പറയുന്നത്. ഈജിപ്ത്, ഇസ്രായേൽ, ജോർദാൻ, സൗദി അറേബ്യ. അതിൽ ചെങ്കടലുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന് പങ്കൊന്നുമില്ല. ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് പങ്കിടുന്നത് ഈജിപ്ത് ഉണ്ട്, സൗദി അറേബ്യ ഉണ്ട്, ജോർദാനുണ്ട്. ജോർദാന്റെ ഒരു ഭാഗം അങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഈ അഖബ പോർട്ട് ഈ തബൂക്കിന്റെ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടാണ് അഖബ പോർട്ട് വരുന്നത്. ഈ അഖബ കടൽ കടന്നുകൊണ്ട് ഈ ഭാഗത്തേക്ക് എളുപ്പം ഇസ്രായേലിന് പ്രവേശിക്കാൻ വേണ്ടി പറ്റും.
അപ്പൊ രാഷ്ട്രീയ ഭൂപടം എടുത്ത് പരിശോധിച്ചുകൊണ്ട് ഇപ്പൊ ചെയ്യുന്ന അല്ലെങ്കിൽ വിലയിരുത്തുന്ന സാഹചര്യങ്ങളും അവസ്ഥകളും എന്ന് പറയുന്നത് സൗദി അറേബ്യ വളരെ കൃത്യമായ രീതിയിൽ ഇസ്രായേലിന്റെ അജണ്ടയിലുള്ള പ്രദേശമാണ്. ഏകദേശം മധ്യ സൗദി അറേബ്യ വരെ, അതായത് മദീന ഉൾക്കൊള്ളുന്ന പ്രദേശം വരെ 4000 വർഷങ്ങൾക്ക് മുൻപുള്ള ചരിത്രത്തിന്റെ ഭാഗമായ രീതിയിൽ ജൂത വിഭാഗങ്ങൾ ഭരണം നടത്തിയിരിക്കുന്ന ആ ദേശം കൂടി കൂട്ടിച്ചേർക്കും എന്ന് പറഞ്ഞതോടുകൂടി ഇതിന് പുതിയൊരു മാനവും പുതിയ രീതി വന്നിട്ടുണ്ട്. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ വെറുതെ ആക്രമിച്ചുകൊണ്ടേയിരിക്കും, വെറുതെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. പാരമ്പര്യമായ രീതിയിൽ അവർ അങ്ങനെ തന്നെയാണ്. അതിന് ഏതെങ്കിലും ഒരു രാജ്യം, അതായത് ലോകത്തിലെ ഏറ്റവും വലിയ സൈനികപരമായിരിക്കുന്ന ശക്തിയുള്ള ഒരു രാജ്യം എല്ലാ കാലത്തും ഇസ്രായേലിനെ പിന്തുണച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ രാജ്യത്തെ എതിരിടാൻ വേണ്ടിയിട്ട് മറ്റൊരു ബദൽ സംവിധാനം ഉണ്ടായിട്ടില്ല. ഒറ്റപ്പെട്ട അക്രമങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ള അതിന്റെ സത്യമാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം രൂപകൽപ്പന ചെയ്യുന്ന സമയത്ത് അമേരിക്കക്ക് ആ സമയത്ത് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. സൈനിക ബലത്തിലും ശക്തി ബലത്തിലും വല്ലാതൊന്നും മുന്നിട്ട് രാജ്യമല്ലായിരുന്നു അന്ന് അമേരിക്ക, പക്ഷേ ബ്രിട്ടനായിരുന്നു. അപ്പോൾ ബ്രിട്ടനാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ സൃഷ്ടിക്ക് കൃത്യമായിരിക്കുന്ന നേതൃത്വം നൽകുകയും പിന്തുണ നൽകുകയും ലോകത്തോട് മുഴുവനും അത് അങ്ങനെ ഒരു രാജ്യമാണ് അനിവാര്യമാണ് എന്ന് പറയുകയും ചെയ്തത് ബ്രിട്ടനാണ്. ബ്രിട്ടന്റെ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും കുറയുകയും ആ മേഖലയിലേക്ക് അമേരിക്ക ഉയർന്നു വരികയും ചെയ്തതോടുകൂടി പിന്നീട് ഈ സപ്പോർട്ട്, അതായത് ഇസ്രായേലിനുള്ള സപ്പോർട്ട് അമേരിക്കയാണ് ചെയ്തത്. 1948-50 കാലത്തിന് ശേഷം നമ്മൾ നിൽക്കുന്ന 2025 വരെ എല്ലാ കാലത്തും എല്ലാ രീതിയിലും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്ത ഒരേ ഒരു രാജ്യത്തിന്റെ പേര് അമേരിക്ക എന്നുള്ളതാണ്. UN സഭയിൽ 30-ലധികം ഇസ്രായേൽ വിരുദ്ധ പ്രമേയങ്ങൾ അമേരിക്കയാണ് അവരുടെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് തള്ളിയത്. വീറ്റോ പവർ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ കാലത്തും അമേരിക്ക ഇസ്രായേലിന് വേണ്ടി സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച രാജ്യത്തിന്റെ പേര് അമേരിക്ക എന്നാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പൊ ഫ്രാൻസും ബ്രിട്ടനും അടക്കമുള്ള രാജ്യങ്ങൾ പാലസ്തീന് സ്വതന്ത്ര റിപ്പബ്ലിക് ആവണമെന്നും അതിന് പിന്തുണ നൽകുമെന്നും മറ്റാരെയും തങ്ങൾ കാക്കുന്നില്ല, തങ്ങൾ രാജ്യമായിട്ട് പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ ആ മീറ്റിംഗിൽ പങ്കെടുക്കാത്ത 2 രാജ്യത്തിന്റെ പേര് ഒന്ന് ഇസ്രായേൽ എന്നാണ്, രണ്ടാമത് അമേരിക്ക എന്നാണ്. അതാണ് ഇതിന്റെ നിലപാട് സ്ഥിതികളൊക്കെ. അപ്പൊ ജോർദാൻ എന്ന് പറയുന്ന രാജ്യം, ഈ യമൻ എന്ന് പറയുന്ന രാജ്യം, ജോർദാൻ അല്ല യമൻ എന്ന് പറയുന്ന രാജ്യം ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തിന് ശേഷം വളരെ കൃത്യമായിരിക്കുന്ന നിലപാട് പറഞ്ഞുകൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കുന്ന രാജ്യമാണ്. സാമ്പത്തിക രംഗത്ത് വലിയ മുന്നേറ്റമുള്ള രാജ്യത്തിന്റെ പേരിൽ യമന്റെ പേരൊന്നുമില്ല. എന്നാൽ ദാരിദ്ര്യ രാജ്യത്തിന്റെ പേരിൽ, ദാരിദ്ര്യത്തിന്റെ ഈ പേരിലൊക്കെ യമനെ കാണാൻ വേണ്ടി സാധിക്കുകയും ചെയ്തു. അത് മുൻപ്, ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ കുറച്ചുകൂടെ ഒരു മാറ്റം ഉണ്ട് എന്ന് ചുരുക്കം. ആഭ്യന്തര സംഘർഷം വിഷയങ്ങളൊക്കെ പല ഘട്ടങ്ങളിൽ നിലനിന്ന രാജ്യത്തിന്റെ പേരും യമൻ തന്നെയാണ്. അവരിപ്പോഴും ശക്തമായിരിക്കുന്ന യുദ്ധം ചെയ്യുന്ന സമയത്ത് അതേ പിന്നാമ്പുറമുള്ള സാമ്പത്തിക സഹായങ്ങളൊക്കെ ആരൊക്കെയാണ് നൽകുന്നത് എന്നത് പല ഘട്ടങ്ങളിലും ചർച്ച ചെയ്യപ്പെട്ടതാണ്. രൂപ ഇപ്പോഴും കിട്ടിയിട്ടില്ല എന്ന് മാത്രം. ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ സൈനികപരമായും മിസൈൽ സംബന്ധമായ രീതിയിലൊക്കെ വലിയ സഹായങ്ങൾ ഇറാന് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ചൈനയാണെങ്കിലും കൊറിയ ആണെങ്കിലും റഷ്യ ആണെങ്കിലും മുന്നോട്ട് വരാറുണ്ട്. അതിന്റെ കാര്യം മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു വലിയ ശക്തിയുള്ള രാജ്യമായി ഇറാനെ മാറ്റിക്കഴിഞ്ഞാൽ അതുകൊണ്ട് വലിയ ഗുണം എല്ലാ കാലത്തും അവർക്ക് ഉണ്ടാവും എന്നതിനാൽ അവർ സഹായിക്കാറുണ്ട്. ആ സഹായം ഇറാൻ സ്വീകരിക്കാറുമുണ്ട്. ഇറാൻ സ്വയം തന്നെ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും ഉണ്ടാക്കിയ രാജ്യവുമാണ്. യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഈ ഏലത്ത് തുറമുഖം അത് ഏറെക്കുറെ നശിക്കേണ്ടതും ഇല്ലാതാവേണ്ടതും അനിവാര്യമാണ്. എന്തുകൊണ്ട് അനിവാര്യമാണ്? ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ജോർദാൻ വഴി സൗദിയിലേക്ക് കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് നാളെയോ മറ്റന്നാളോ തൊട്ടടുത്ത വർഷമോ എന്നൊന്നല്ല, അതിനൊരു സാധ്യതകൾ കാലക്രമേണ ഉണ്ടാവും എന്ന് തന്നെയാണ് നിരീക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ ഈ ജോർദാനെ സംബന്ധിച്ചിടത്തോളം 1960-ൽ അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് നിർണായകമായിരിക്കുന്ന രാജ്യങ്ങൾ ഒന്ന് ജോർദാനായിരുന്നു. ഈജിപ്തിന്റെ നേതൃത്വത്തിൽ അന്ന് നടത്തിയിരിക്കുന്ന 6 ദിന യുദ്ധത്തിൽ 3ാമത്തെ രാജ്യമായിട്ട് ഈജിപ്ത് കഴിഞ്ഞു, പിന്നെ ലെബനാൻ കഴിഞ്ഞു, പിന്നെ ജോർദാന്റെ പേര് വന്നു, പിന്നെ സിറിയ. അങ്ങനെ 4 രാജ്യങ്ങൾ പ്രധാനമായിരിക്കുന്നത്. പിന്നെ ഇറാനും ഇറാഖും സംയുക്തമായ രീതിയിൽ 6 രാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ ജോർദാൻ എന്ന് പറയുന്ന രാജ്യവും പിന്നീട് അമേരിക്കയും ഇസ്രായേലും തമ്മിൽ വലിയ സൗഹൃദ രാജ്യമാണ്. നയതന്ത്ര ബന്ധങ്ങളുണ്ട്. വലിയ രീതിയിലുള്ള ബിസിനസ് സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പണം ഡെപ്പോസിറ്റ് ചെയ്യാറുണ്ട്. അതായത് ഇസ്രായേലി ബാങ്കിൽ ജോർദാൻ പണം ഡെപ്പോസിറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ പോകുന്നു. അവർ തമ്മിൽ വലിയ സൗഹൃദ ബന്ധമാണ് എന്നതിനാൽ തന്നെ വലിയ രീതിയിലുള്ള സൈനിക ആധിപത്യം അമേരിക്കയുടെ ജോർദാനിലുണ്ട്. അവരുടെ നയതന്ത്ര ബന്ധത്തിനപ്പുറം ഉള്ള സൈനിക ക്യാമ്പുകളും സൈനിക വിമാനത്താവളങ്ങളും അവരുടെ യുദ്ധ സംവിധാന കാര്യങ്ങളൊക്കെ ജോർദാനിൽ പ്രവർത്തിക്കുന്നുണ്ട് അമേരിക്കയിൽ. അപ്പോൾ ഈ യുദ്ധം ഒക്ടോബർ 7 ശേഷം
പിന്നീട് ജോർദാനിൽ പ്രവർത്തിക്കുന്ന അമേരിക്കയുടെ സൈനിക താവളത്തിന്, സൈനിക കേന്ദ്രത്തിന് നേരെ ആക്രമണം നടന്നിട്ടുണ്ട്. 3 സൈനികർ അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുകയും 10-ലധികം ആളുകൾ പരിക്കേറ്റവരൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പൊ ഇവർക്ക് എത്രത്തോളം ബലവും ശക്തിയുമുണ്ട് എന്ന് കൃത്യമായ രീതിയിൽ അമേരിക്കക്ക് അറിയാം. അപ്പൊ ജോർദാനെ കീഴടക്കുക, അല്ലെങ്കിൽ ജോർദാന്റെ മേലെ ആധിപത്യം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ള കാര്യമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ സൗദി അറേബ്യയാണ്. ഏറ്റവും ഷോർട്ടായിരിക്കുന്ന വഴിയും മാർഗവും എയിലത്ത് തുറമുഖത്തെ കാണുന്ന സമയത്ത് അതിൻ്റെ ശക്തി ക്ഷയിപ്പിക്കാൻ വേണ്ടിയിട്ട് യമനെ സൗദി അറേബ്യ സഹായിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് തെറ്റാണെന്ന് പറയാൻ വേണ്ടി സാധിക്കുകയില്ല. കാരണം ഈ തുറമുഖം ചെങ്കടലുമായിട്ട് അതിർത്തി പങ്കിടുന്നില്ല. പ്രത്യേകമായിരിക്കുന്ന ഒരു നദി അല്ലെങ്കിൽ ഈ ഒരു പുഴ പോലെ ഒരു സംവിധാനം ഒരുക്കിയിട്ട് കണക്ട് ചെയ്യുകയാണ് ഈ ചെങ്കടലിൽ നിന്ന് ഇസ്രായേലിലേക്ക്. അപ്പോൾ ഇസ്രായേലിന്റെ അതിർത്തി ഈ പറയപ്പെട്ട എയിലത്ത് തുറമുഖത്തോടുകൂടി അത് അവസാനിക്കുന്ന സമയത്ത് ഈ വഴിയിലൂടെയാണ് ഒറ്റപ്പെട്ട കപ്പലുകൾ എങ്കിലും പോകുന്നത്. അതിർത്തി ജോർദാൻ്റെതാണ്. ജോർദാന്റെ അതിർത്തി കഴിഞ്ഞാൽ സൗദി അറേബ്യയാണ്. അപ്പോൾ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ഇറാന്റെ മിസൈലുകൾ ഇസ്രായേലിലേക്ക് പറത്തിയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ജോർദാന്റെ ആകാശത്ത് കൂടെ സൗദിയും ടച്ച് ചെയ്ത് പോയിട്ടുണ്ട് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. ചിലതൊക്കെ ജോർദാന്റെ അതിർത്തിയിൽ വെച്ച് തകർത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്നാൽ തകർത്തതിനപ്പുറം ഇറാൻ അത് പറത്തിയത് കൊണ്ട് അത് ഒരു കൃത്യമായിരിക്കുന്ന ഒരു പരാജയം ഇറാൻ ഉണ്ടായിട്ടില്ല എന്നതിന് അതിനെക്കുറിച്ച് പിന്നെ ചർച്ചാ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യം നമ്മൾ കാണുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതിനപ്പുറം യുദ്ധപരമായിരിക്കുന്ന പല തന്ത്രങ്ങളും പല രീതികളും ഈ യുദ്ധത്തിനിടയിലൊക്കെ ഈ പരീക്ഷിക്കുന്നുണ്ട്. മുൻപ് വലിയ ശത്രുതാപരമായിരിക്കുന്ന നിലപാടായിരുന്നു സൗദി അറേബ്യ ഹൂത്തി വിമതരുമായിട്ടുണ്ടായിരുന്നത്, യമനിൽ പ്രവർത്തിക്കുന്ന ഹൂത്തികളുമായിട്ട്. പിന്നീട് അത് അവസാനിച്ചു. ചൈനയുടെ മധ്യസ്ഥയിൽ ആ വിഷയങ്ങൾ തീർന്നതിന് ശേഷം ഏറെക്കുറെ അവർ സംയുക്തമായ രീതിയിൽ തന്നെ ചേർന്ന് നിൽക്കുന്ന ഒരു രീതിയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. $5 മില്യൺ വില മതിച്ച അല്ലെങ്കിൽ വില കെട്ടിയിരുന്നു ഹൂത്തികളുടെ വിമത നേതാവിന് സൗദി അറേബ്യ. അതൊക്കെ പിന്നീട് ഒഴിവായി എന്നുള്ളത് മറ്റൊരു വിഷയം. അപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേലുമായിട്ടുള്ള ഏറ്റുമുട്ടലുകളിൽ സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾ യഥാർത്ഥത്തിൽ സഹായിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.